അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെ അവർ നിവേദകരെ കണ്ടെത്തി അവരുടെ സത്യസന്ധത, അവരുടെ ബുദ്ധിശക്തി, ഓർമ്മശക്തി ഇതൊക്കെ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരിൽ നിന്ന് ഹദീസുകൾ അവർ സ്വീകരിച്ചിരുന്നത്. ആ രൂപത്തിൽ സ്വീകരിക്കപ്പെട്ട പ്രധാനപ്പെട്ട 6 ഹദീസ് സമാഹാരങ്ങളുണ്ട്. അവയെ അറിയപ്പെടുന്നത് അസിഹാഹു സിത്ത എന്നാണ്. 6 സ്വഹീഹായ ഹദീസ് ഗ്രന്ഥങ്ങൾ. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ബുഖാരിയും മുസ്ലിമും. ഇമാം ബുഖാരിയുടെ ബുഖാരിയും ഇമാം മുസ്ലിമിൻ്റെ മുസ്ലിമും. ലക്ഷക്കണക്കിനായ ഹദീസുകളിൽ നിന്ന് ഏറ്റവും സ്വീകാര്യോഗ്യമായ ഹദീസ് എന്നാണ്. ഹദീസിലെ അമീറുൽ മുഅ്മിനീൻ എന്നും പണ്ഡിതന്മാരുടെ നേതാവ് എന്നും അറിയപ്പെടുന്ന വ്യക്തിത്വമാണ് ഇമാം ബുഖാരി. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് മുഹമ്മദ് ഇബ്നു ഇസ്മായിൽ അൽ ബുഖാരി എന്നാണ്. ബുഖാരി എന്നത് അദ്ദേഹത്തിൻ്റെ സ്ഥലത്തോട് ചേർത്താണ് പറയുന്നത്. ഉസ്ബെക്കിസ്ഥാനിലെ ബുഖാറയിലാണ് അദ്ദേഹം ജനിച്ചത്. ബുഖാരി എന്ന് ചേർത്താണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ പിതാവ് അറിയപ്പെട്ട ഒരു പണ്ഡിതനായിരുന്നു. ഇമാം മാലിക്കിൻ്റെ ശിഷ്യൻ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് ഇസ്മായിൽ ഇബ്നു ഇബ്രാഹിം. ഹദീസുകൾ തേടി ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഇദ്ദേഹം യാത്ര ചെയ്യുന്നുണ്ട്. മക്ക, മദീന, കൂഫ, ബസ്വറ, ബാഗ്ദാദ്, ഖുറാസാൻ ഇവിടങ്ങളിലെല്ലാം ഹദീസ് തേടി ഇദ്ദേഹം യാത്ര ചെയ്തു. അൽ ജാമിഉ സ്വഹീഹ് എന്ന പേരിലാണ് അദ്ദേഹം ഹദീസുകൾ സ്വീകരിച്ചിരുന്നത്. അൽ ജാമിഉ സ്വഹീഹിൽ 7397 ഹദീസുകൾ ഉൾക്കൊള്ളുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബുഖാരിയെ പോലെ തന്നെ പ്രസിദ്ധനായ പണ്ഡിതനാണ് ഇമാം മുസ്ലിം. അദ്ദേഹം ഇമാം ബുഖാരിയുടെ ശിഷ്യൻ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ശരിയായ പേര് മുസ്ലിം ഇബ്നു ഹജ്ജാജ് അൽ കുശൈരി എന്നാണ്. ഇറാനിലെ നെയ്സാപൂരിലാണ് അദ്ദേഹം ജനിച്ചത്. ഇമാം ബുഖാരിയെ പോലെ തന്നെ മറ്റു പ്രമുഖരായ പണ്ഡിതന്മാരുടെ ശിഷ്യത്വവും ഇദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട്. ബുഖാരിയിലുള്ള ഒരുപാട് ഹദീസുകൾ മുസ്ലിമിലുമുണ്ട്. പക്ഷേ വ്യത്യസ്തമായ നിവേദക പരമ്പരയിലൂടെയാണ് അവ വന്നിട്ടുള്ളത്. ഫിഖ്ഹ് വിഷയ ക്രമപ്രകാരമാണ് ഇമാം മുസ്ലിം തൻ്റെ ഹദീസുകൾ സ്വീകരിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. 3 ലക്ഷം ഹദീസുകളിൽ നിന്ന് കർശനമായ നിബന്ധനകളും മാനദണ്ഡങ്ങളും പൂർത്തിയാക്കിയ 12,000 ഹദീസുകൾ ഉൾക്കൊള്ളുന്നതാണ് സ്വഹീഹ് മുസ്ലിം. അതിൽ നിന്ന് തന്നെ ആവർത്തനം ഒഴിവാക്കി കഴിഞ്ഞാൽ 3033 ഹദീസുകളാണ് അതിലുള്ളത്. 15 വർഷം കൊണ്ടാണ് അദ്ദേഹം ഈ സ്വഹീഹ് മുസ്ലിമിൻ്റെ സമാഹരണം പൂർത്തിയാക്കുന്നത്. ഇമാം ബുഖാരി, ഇമാം മുസ്ലിം ഇവരുടെ ഹദീസ് സമാഹാരങ്ങൾക്ക് ശേഷം ഏറ്റവും പ്രസിദ്ധമായ ഹദീസ് സമാഹാരങ്ങൾ 4 എണ്ണമാണ്. അസ്സുനനുൽ അർബഅ എന്നാണ് അവ അറിയപ്പെടുന്നത്. ഇമാം അബൂദാവൂദ്, ഇമാം തിർമിദി, ഇമാം നസായി, ഇമാം ഇബ്നു മാഞ്ച എന്നിവരുടെ ഹദീസ് സമാഹാരങ്ങളാണ് അവ. അബൂദാവൂദ് സുലൈമാനുൽ അഷ്യാസ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേര്. ബലൂചിസ്ഥാനിലെ ചീസ്താനിലാണ് ഇദ്ദേഹം ജനിച്ചത്. ഒരുപാട് ശിഷ്യന്മാർ ഇദ്ദേഹത്തിനുണ്ട്. ഈ സുനനുൽ അർബയിലെ തന്നെ ഇമാം തിർമിദിയും ഇമാം നസായിയും ഇദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാണ്. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ സുനനിൽ അദ്ദേഹം ഫിഖ്ഹി വിഷയങ്ങൾ ഉൾപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ പെരുമാറ്റ മര്യാദകൾക്ക് ഒരു പ്രത്യേക ഇടം അദ്ദേഹത്തിൻ്റെ സുനനിൽ അദ്ദേഹം നൽകിയിട്ടുണ്ട്. സുനനു അബി ദാവൂദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ സമാഹാരത്തിൻ്റെ പേര്. മധ്യേഷ്യയിലെ തിർമിദ് എന്ന പുരാതന തീരദേശ പട്ടണത്തിലാണ് ഇമാം തിർമിദി ജനിക്കുന്നത്. അബു ഈസ മുഹമ്മദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമം. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഖുത്തൈബയും ഇമാം അബൂദാവൂദുമൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഗുരുക്കന്മാരാണ്. ഇമാം ബുഖാരിയുടെ അരുമ ശിഷ്യനാണ് ഇദ്ദേഹം. അതുപോലെ ഇമാം ബുഖാരി ഇദ്ദേഹത്തിൽ നിന്ന് 2 ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. മറ്റനേകം പണ്ഡിതന്മാരുടെ ശിഷ്യത്വം സ്വീകരിച്ച ആളാണ് ഇമാം തിർമിദി. ഇദ്ദേഹത്തിൻ്റെ സുനൻ്റെ പ്രത്യേകത എന്നത് ആവർത്തനമില്ലാതെ ക്രമീകരിച്ചിട്ടുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ സുനൻ. മാത്രമല്ല എല്ലാ ആളുകൾക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഹദീസ് സമാഹാരമാണ് ഇദ്ദേഹത്തിൻ്റെ സുനൻ. അൽ ജാമിഉ സ്വഹീഹ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ സുന്നൻ്റെ നാമം. ഇമാം നസായിയുടെ പൂർണ്ണനാമം അബു അബ്ദുറഹ്മാൻ അഹ്മദ് എന്നാണ്. നസാ എന്നുള്ളത് തുർക്കിസ്ഥാനിലെ ഒരു പട്ടണത്തിൻ്റെ പേരാണ്. ഇമാം ബുഖാരിയുടെ ശിഷ്യനായിരുന്നു ഇമാം നസായി. ഹദീസ് നിവേദകരെ വിലയിരുത്തുന്നതിൽ വലിയ കർക്കശക്കാരനായിരുന്നു
നസായി. ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട 2 ഹദീസ് സമാഹാരങ്ങളുണ്ട്, അസ്സുനനു സുഗ്റ, അസ്സുനനുൽ കുബ്റ. ഇതിൽ അസ്സുനനു സുഗ്റയാണ് സിഹാഹു സിത്തയിൽ ഉൾപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇമാം ഇബ്നു മാജ, ഇദ്ദേഹത്തിൻ്റെ ശരിയായ പേര് അബു അബ്ദില്ല മുഹമ്മദ് എന്നാണ്. പണ്ഡിത ശ്രേഷ്ഠന്മാരുടെ ഈറ്റില്ലമായിട്ടുള്ള കസ്വീൻ എന്ന പേർഷ്യൻ നഗരത്തിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. ഒരുപാട് ഗുരുക്കന്മാരും ശിഷ്യന്മാരും ഇദ്ദേഹത്തിനുണ്ട്. 2 പ്രത്യേകതകളാണ് ഇദ്ദേഹത്തിൻ്റെ ഹദീസ് സമാഹാരത്തിനുള്ളത്. ഒന്നാമത് ഇസ്ലാമിലെ വിധിവിലക്കുകൾ പ്രതിപാദിക്കുന്ന ഹദീസ് സമാഹാരം. രണ്ടാമത്തേത് മറ്റു 5 ഹദീസ് സമാഹാരത്തിലുമില്ലാത്ത സ്വഹീഹായ ഹദീസുകൾ ഇദ്ദേഹത്തിൻ്റെ ഹദീസ് സമാഹാരത്തിലുണ്ട് എന്നതാണ് രണ്ടാമത്തെ പ്രത്യേകത. ഇത്രയും കാര്യങ്ങളാണ് ഇമാം ബുഖാരി, ഇമാം മുസ്ലിം, അതുപോലെ തന്നെ സുനനുൽ അർബഈൻപ്പെട്ട ഇമാം തിർമിദി, നസായി, ഇബ്നു മാജ, അബൂ ദാവൂദ് എന്നിവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുവാനുള്ളത്. കൂടുതൽ കാര്യങ്ങൾ പഠിക്കുവാൻ, മനസ്സിലാക്കുവാൻ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുന്നു.